സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് ഉറപ്പുവരുത്തുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദാദാ സാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ടർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അല്ലു അർജുനനാണ്. അല്ലു അർജുൻ. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ടർ പുരസ്കാരം ലഭിച്ചത് അല്ലു അർജുന് ആണ്. 2025 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായക ആര്? 2025 കാൻ ഫിലിം ഫെസ്റ്റിവലില് ജൂറി അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായകയാണ് പായൽ കപാഡിയ. പായൽ കപാഡിയാണ് 2025 കാൻ ഫിലിം ഫെസ്റ്റിവലില് ജൂറി അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായക. പ്രഥമ ഇന്നസെന്റ് ഫൗണ്ടേഷന്റെ പുരസ്കാരത്തിന് അർഹനായ നടനാര്? പ്രഥമ ഇന്നസെന്റ് ഫൗണ്ടേഷന്റെ പുരസ്കാരത്തിന് അർഹനായ നടൻ പ്രേംകുമാർ ആണ്. പ്രേംകുമാർ. 2025 ലോക ഭക്ഷ്യ പുരസ്കാരത്തിന് വേൾഡ് ഫുഡ് പ്രൈസ് അർഹനായത് ആര്? 2025 ലോക ഭക്ഷ്യ പുരസ്കാരം വേൾഡ് ഫുഡ് പ്രൈസിന് അർഹനായത് ആര്? ഡോക്ടർ മറിയാഞ്ചല ഹംഗ്രിയാണ്. ഡോക്ടർ മറിയാഞ്ചല ഹംഗ്രിയാണ് 2025 വേൾഡ് ഫുഡ് പ്രൈസിന് അർഹയായത്. ഡോക്ടർ മറിയാഞ്ചല ഹംഗ്രി. അടുത്ത ചോദ്യം, 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥനാണ്. മുൻ ISRO ചെയർമാൻ എസ് സോമനാഥനാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. എസ് സോമനാഥ്. 2024-25 വർഷങ്ങളിലെ ശ്രീ ചിത്ര തിരുനാൾ നാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെ? 2024-ലെയും 25 വർഷങ്ങളിലെ ശ്രീ ചിത്തിര തിരുനാൾ നാഷണൽ അവാർഡ് ലഭിച്ചത് ജയറാമിനും PR ശ്രീജേഷിനുമാണ്. 2024 ജയറാമിനും 2025 PR ശ്രീജേഷിനുമാണ് ശ്രീ ചിത്തിര തിരുനാൾ നാഷണൽ അവാർഡ് ലഭിച്ചത്. ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന് 2024 ഉള്ളൂർ അവാർഡ് നേടിയത് ആര്? ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന് 2024 ഉള്ളൂർ അവാർഡ് നേടിയത് ആരാണ്? മഞ്ജു വെള്ളായണിയാണ്. മഞ്ജു വെള്ളായണി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ 2025 അക്ഷരമുദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ച ഗാനരചയിതാവ് ആര്? ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ 2025 അക്ഷരമുദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ച ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പി. PK കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ 2025 21ാമത് വർഷത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PK കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ 2025 21ാമത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂറിനാണ്. ശശി തരൂർ. സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള സുകുമാർ അഴീക്കോട് ദേശീയ സ്മാരക ട്രസ്റ്റിന്റെ 2025 പുരസ്കാരം നേടിയത് ആര്? സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള സുകുമാർ അഴീക്കോട് ദേശീയ സ്മാരക ട്രസ്റ്റിന്റെ 2025 പുരസ്കാരം നേടിയത് ഡോക്ടർ ഷാജി പ്രഭാകരനാണ്. ഡോക്ടർ ഷാജി പ്രഭാകരൻ. കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ്നി പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരൻ ആര്? അമിതാവ് ഘോഷാണ്. കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ്നി പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? അമിതാവ് ഘോഷ്.
മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ച മറ്റൊരു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് PV നരസിംഹറാവുവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ മൻമോഹൻ സിംഗ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏത്? 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഹേഗ് ആണ്. നെതർലൻഡ്സില് ഹേഗിലാണ് 2025 നാറ്റോ ഉച്ചകോടി നടന്നത്. നെതർലൻഡ്സില് ഹേഗ്. 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 റിയോ ഡി ജനീറോയാണ്. ബ്രസീലില് റിയോ ഡി ജനീറോയിലാണ് 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 നടന്നത്. റിയോ ഡി ജനീറോ, ബ്രസീൽ. 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ. ഈ ചോദ്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്ത്യ. ഐക്യരാഷ്ട്രസഭ ആദ്യമായിട്ട് ലോക തടാക ദിനം, വേൾഡ് ലേക്ക് ഡേ ആയിട്ട് ആചരിച്ചത് എന്നാണ്? വേൾഡ് ലേക്ക് ഡേ ഓഗസ്റ്റ് 27 വേൾഡ് ലേക്ക് ഡേ. ഐക്യരാഷ്ട്രസഭ ആദ്യമായിട്ട് ലോക തടാക ദിനമായിട്ട് ആചരിച്ചത് എന്നാണ്? ഓഗസ്റ്റ് 27. ലോക തടാക ദിനം ഓഗസ്റ്റ് 27. ശുക്രനെ കുറിച്ച് പഠിക്കാൻ റഷ്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്ത്? ശുക്രനെ കുറിച്ച് പഠിക്കാൻ റഷ്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ ദൗത്യമാണ് വെനിറ-D. വെനിറ-D ഏത് രാജ്യത്തിന്റെ ദൗത്യമാണ്? റഷ്യയാണ് വികസിപ്പിക്കുന്നത്. ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനാണ്? ശുക്രനെ കുറിച്ച് പഠിക്കുവാനാണ്. ദൗത്യത്തിന്റെ പേരെന്താണ്? വെനിറ-D. വെനിറ-D. 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 8. 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദ ഡിജിറ്റൽ എറ. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക. 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയമാണ് ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക എന്നത്. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8. 2025 പുതുതായിട്ട് തിരിച്ചറിഞ്ഞ ഡൈനോസറിന് ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് പേര് നൽകിയത്? ഇപ്പൊ 2025 പുതുതായിട്ട് തിരിച്ചറിഞ്ഞ ഡൈനോസറിന് നൽകിയ പേരാണ് ന്യൂട്ടൻസോറസ് കാംബ്രൻസിസ് എന്നത്. ന്യൂട്ടൻസോറസ് കാംബ്രൻസിസ്. ഇത് ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് പേര് നൽകിയത്? ഐസക് ന്യൂട്ടന്റെ സ്മരണാർത്ഥമാണ് പേര് നൽകിയത്. 2025 പുതുതായിട്ട് തിരിച്ചറിഞ്ഞ ഡൈനോസറിന് നൽകിയ പേരാണ് ന്യൂട്ടൻസോറസ് കാംബ്രൻസിസ് എന്നത്. 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് GPI ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്. ഇപ്പൊ 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഐസ്ലാൻഡ്. 2025 ആഗോള സമാധാന സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 115. ഇന്ത്യയുടെ സ്ഥാനം 115. 1ാം സ്ഥാനം ഐസ്ലാൻഡിനാണ്. 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 115. 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഓസോൺ ദിനത്തിന്റെ പ്രമേയം ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക്. 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക്. അപ്പൊ ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. ഓസോൺ ദിനം 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയമാണ് ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക്. ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക്. mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ ഏത്?
mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിനാണ് എൻഡ്രോമിക്സ്. വാക്സിന്റെ പേര് എൻഡ്രോമിക്സ്. ക്യാൻസർ വാക്സിനാണ്. mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചു. ഏത് രാജ്യമാണ്? റഷ്യ. വാക്സിന്റെ പേര് എൻഡ്രോമിക്സ്. ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കി കേംബ്രിഡ്ജ് ഗവേഷകർ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഗ്രഹമേത്? ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കിയ കേംബ്രിഡ്ജ് ഗവേഷകർ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഗ്രഹമാണ് K2-18b. ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര് K2-18b. ഏത് ദൂരദർശിനി ഉപയോഗിച്ചാണ് കണ്ടെത്തിയത്? ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ചാണ്. ഗ്രഹത്തിന്റെ പേര് K2-18b. കുഷ്ഠരോഗത്തെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം? കുഷ്ഠരോഗത്തെ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ജോർദാനാണ്. ജോർദാൻ. 2025 നടന്ന G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2025 നടന്ന G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് കാനഡയാണ്. കാനഡ. 2025 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 8 2025 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം വണ്ടർ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ്. വണ്ടർ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ്. 2025 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം. ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 8. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരമായി കണക്കാക്കപ്പെടുന്നത് ഏത് നഗരമാണ്? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം ന്യൂയോർക്ക്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. 274 ഉപഗ്രഹങ്ങളാണ് ശനിക്ക് നിലവിലുള്ളത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ശനി. എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 274. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ എന്താണ്? സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്തുവാനായി വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്ത്? സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്തുവാനായി വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്നാണ്. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്തുവാനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏത് പേരിൽ അറിയപ്പെടുന്നു? മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക്.
പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും കൂടിക്കാഴ്ചയുടെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്? ആരുടെയെല്ലാമാണ്? മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും. 100-ാം വാർഷികമാണ്. 100-ാം വാർഷികം 1925 മാർച്ച് 12 മഹാത്മാഗാന്ധി വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ഇതിന്റെ 100-ാം വാർഷികമാണ് 2025 അടയാളപ്പെടുത്തുന്നത്. മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും കൂടിക്കാഴ്ചയുടെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 100-ാം വാർഷികമാണ്. സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് ഏതാണ്? സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് KL90 ആണ്. KL90 സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡാണ് KL90. വനവിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതി. വനം വിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന വനവകുപ്പിന്റെ പദ്ധതിയാണ് വനാമൃതം. പദ്ധതിയുടെ പേര് വനാമൃതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യം ശേഖരിക്കുന്നതിനായിട്ട് നൽകിയ ഇലക്ട്രിക് ട്രൈസൈക്കിൾ ഹരിതവാഹിനി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യം ശേഖരിക്കുന്നതിനായി നൽകിയ ഇലക്ട്രിക് ട്രൈസൈക്കിൾ ആണ് ഹരിതവാഹിനി. രാജ്യത്ത് ആദ്യമായി റോബോട്ടിക് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായിട്ട് റോബോട്ടിക് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനമാണ് കേരളം. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഉത്സവം ഏതാണ്? യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഉത്സവം ദീപാവലി. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഉത്സവം ദീപാവലി. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡില് റായ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. ആന്റി റാബീസ് വാക്സിനുകളുടെയും ആന്റി സ്നേക്ക് വെനത്തിന്റെയും ലഭ്യത ട്രാക്ക് ചെയ്യുവാനും നിയന്ത്രിക്കുവാനും രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ആന്റി റാബീസ് വാക്സിനുകളുടെയും ആന്റി സ്നേക്ക് വെനത്തിന്റെയും ലഭ്യത ട്രാക്ക് ചെയ്യുവാനും നിയന്ത്രിക്കുവാനും രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സൂവിൻ. പ്ലാറ്റ്ഫോമിന്റെ പേര് സൂവിൻ. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് അമരാവതിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? അമരാവതി. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഏത്? ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാണ് ഇല്ലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലാണ് ഇല്ലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാണ് ഇല്ലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം ഏതാണ്? ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം മുംബൈയാണ്. മുംബൈ. സേവനങ്ങൾ വേഗത്തിലെത്തിക്കുവാനായി പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഏതാണ്? സേവനങ്ങൾ വേഗത്തിൽ എളുപ്പത്തിൽ എത്തിക്കുവാനായിട്ട് പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനമാണ് ഡിജിപിൻ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബ്.
അടുത്തത് ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. റാംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഇൻഡോർ, ഉദയ്പൂർ എന്നിവയാണ്. റാംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങളാണ് ഇൻഡോർ, ഉദയ്പൂർ എന്നിവ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.